ഓസ്ട്രേലിയയെ രണ്ടാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആക്കാനാകാതെ 4-ാം ദിവസം അവസാനിപ്പിച്ച് ഇന്ത്യ ഇന്ന് മത്സരത്തിന്റെ 4-ാം ദിവസം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 9-228 എന്ന നിലയിലാണ്. ടീമിന്റെ കൈവശം 333 റൺസ് ലീഡാണുള്ളത്. രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ 6-91 എന്ന നിലയിലേക്ക് വീണുവെങ്കിലും മാർണസ് ലാബൂഷാനെ പാറ്റ് കമ്മിൻസ് കൂട്ടുകെട്ട് പൊരുതി നിന്ന് ടീമിനെ 148 റൺസിലേക്ക് എത്തിച്ചു. ലാബൂഷാനെ 70 റൺസ് നേടി പുറത്തായപ്പോൾ പാറ്റ് കമ്മിൻസ് 41 റൺസ് നേടി പുറത്തായി. ഓസ്ട്രേലിയ 9-173 എന്ന നിലയിലായെങ്കിലും അവസാന വിക്കറ്റ് നേടുവാൻ ഇന്ത്യൻ ബൌളിംഗിന് സാധിക്കാതെ പോയത് ടീമിന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. ഓസ്ട്രേലിയയുടെ 10ാം വിക്കറ്റ് കൂട്ടുകെട്ട് ഇതുവരെ 55 റൺസാണ് നേടിയിട്ടുള്ളത്. നഥാൻ ലെയ്ൻ 41 റൺസും സ്കോട്ട് ബോളണ്ട് 10 റൺസും നേടി ക്രീസിൽ നിൽക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 4-ഉം മുഹമ്മദ് സിറാജ് 3-ഉം വിക്കറ്റ് നേടി. നേരത്തെ ഓസീസിന്റെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 474-നെതിരെ ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് 369-ന് അവസാനിച്ചിരുന്നു. 1-ാം ഇന്നിംഗ്സിൽ 105 റൺസ് ലീഡ് നേടിയിരുന്നു ഓസീസ്. സെഞ്ചുറി നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയുടെ 114 വിക്കറ്റാണ് ഇന്ത്യക്ക് ഇന്ന് നഷ്ടമായത്. ഓസീസിന് വേണ്ടി ലിയോണ്, പാറ്റ് കമ്മിൻസ്, സ്കോട്ട് ബോളണ്ട് എന്നിവർ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. കഴിഞ്ഞ 70 വർഷത്തിനിടെ മെൽബണിൽ ഒരു ചേസ് ചെയ്ത് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ 258 റൺസാണ്. ഇന്ത്യക്ക് ഓസീസിനെ തോൽപ്പിക്കാനായാൽ റെക്കോർഡിടാനും സാധിക്കും.